ഹലോ ഓൾ, വെൽക്കം ടു ലേണപ്പ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 10ാമത്തെ ചാപ്റ്ററായ ഫോർ ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത്, രൂപത്തിനും ബലത്തിനും എന്ന ചാപ്റ്ററാണ്. പുസ്തകത്തിലെ ആദ്യത്തെ ഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത് ഒരു കാർട്ടൂണാണ്. ആമകൾക്ക് ഈ തോടില്ലായിരുന്നെങ്കിൽ വെറുതെയാണോ എൻ്റെ ശരീരത്തിന് ഹെൽമെറ്റ് എന്ന് ചോദിക്കുന്നു. കുറുക്കൻ ആമയെ ഭക്ഷിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ആമയുടെ പുറത്ത് കട്ടിയുള്ള ഒരു തോടുള്ളത് കൊണ്ടാണല്ലേ. ശത്രുക്കൾ വരുമ്പോൾ ആമ ആ ഒരു തോടിനുള്ളിലേക്ക് കയറി ഒളിക്കുന്നു. ആമയെപ്പോലെ പുറന്തോടുള്ള മറ്റു ജീവികളുണ്ടോ? ഏതൊക്കെയുള്ള? ഒച്ചുണ്ടല്ലേ. പിന്നെ ഏതാണ് പുറന്തോടുള്ള ജീവികൾ? കട്ടിയുള്ള പുറന്തോടുകൾ ജീവികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു? ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ, പിന്നെന്താണ് ക്ലൈമറ്റിൽ പിന്നെ എന്നാ ആഹാരം സമ്പാദിക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് സഹായിക്കുന്നുണ്ടല്ലേ. ചിത്രം നിരീക്ഷിച്ച് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ജീവികളുടെ പുറന്തോടുകളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക എന്നാണ്. ഇപ്പോൾ ഇവിടെ 2-3 കുറച്ച് ജീവികൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു പോസ്റ്റർ പോലെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആകൃതിക്കും സംരക്ഷണത്തിനും, ഫോർ ഷേപ്പ് ആൻഡ് പ്രൊട്ടക്ഷൻ. സ്നെയിൽ, ബീറ്റിൽ, ക്രാബ്, ഓയിസ്റ്റർ ഹാവ് ഹാർഡ് ഷെൽസ്. ഒച്ച, വണ്ട്, ഞണ്ട്, ചിപ്പികൾ തുടങ്ങിയവയ്ക്ക് കട്ടിയുള്ള പുറന്തോടുകളാണ്. അതുപോലെ തന്നെ പഴുതാര, തേരട്ട തുടങ്ങിയവയ്ക്ക് കട്ടി കുറഞ്ഞവയുമാണ്. ഇവ ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും സഹായിക്കുന്നു. ശരീരത്തിൻ്റെ പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ ബാഹ്യാസ്ഥികൂടം, എക്സോസ്കെലിറ്റൺ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, എന്താണ് എക്സോസ്കെലിറ്റൺ എന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് കമ്പാരിറ്റീവ്ലി ലെസ് ഹാർഡ്. ഷെൽസ് ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ദ ബോഡി പാർട്സ്, പ്രൊവൈഡിംഗ് ഷേപ്പ് ആൻഡ് ഹെൽപ്പ് ടു എസ്കേപ്പ് ഫ്രം എനിമീസ്. These covering in the outer surface of the body are called exoskeleton. അപ്പോൾ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനൊന്ന് ആൻസർ ചെയ്യാം. ആർ ദ ഔട്ടർ ഷെൽ ഓഫ് ഓൾ ദ ഓർഗാനിസംസ് ആർ സെയിം? ആർ ദ ഔട്ടർ ഷെൽ ഓഫ് ഓൾ ഓർഗാനിസംസ് ആർ ദ സെയിം? നോ, the outer coverings of the organisms are not the same. Different animals and plants have the unique outer layers that suit their needs. For example, mammals have fur or hair, insects have hard exoskeleton, and fish have scales. Each species has its special outer clothing to help it to survive. എല്ലാ ജീവികളുടെയും പുറന്തോടുകൾ ഒരുപോലെയാണോ? അല്ല. ജീവികളുടെ പുറന്തോടുകൾ ഒരുപോലെയല്ല. വ്യത്യസ്ത മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ തനതായ പുറംപാടുകളുണ്ട്. ഉദാഹരണത്തിന് സസ്തനികൾക്ക് രോമങ്ങളോ മുടികളോ ഉണ്ട്. പ്രാണികൾക്ക് കഠിനമായ എക്സോസ്കെലിറ്റനുകളുണ്ട്. മത്സ്യത്തിന് ചെതുമ്പരും. ഓരോ ജീവവർഗത്തിനും അതിജീവിക്കാൻ സഹായിക്കുന്ന പ്രത്യേകതരം ബാഹ്യ വസ്ത്രങ്ങളുണ്ട്. ലൈക്ക് അതിന് കവർ ചെയ്ത് സംരക്ഷിക്കുന്ന രീതിയിലുള്ളതാണ് ഓരോ പുറന്തോടുകളും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ദ എക്സോസ്കെലിറ്റൺ ഓഫ് സെന്റിപീഡ് ആൻഡ് മില്ലിപീഡ് ഡിഫർ ഫ്രം അതേഴ്സ്? സെന്റിപീഡ്സ് ഹാവ് ദ ഫ്ലെക്സിബിൾ എക്സോസ്കെലിറ്റൻസ് allowing them to move quickly. Millipedes have more rigid exoskeleton that provide support, both to protect these arthropods and help them to survive, but the difference in flexibility and structure suit their distinct lifestyle and the movement styles. പഴുതാരയുടെയും തേരട്ടയുടെയും പുറന്തോടുകൾ മറ്റുള്ളവരിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അപ്പോൾ പഴുതാരയുടേതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയത് എക്സോസ്കെലിറ്റൺ ആണ്. അപ്പോൾ അത് വേഗത്തിൽ സഞ്ചരിക്കാൻ, നീങ്ങാൻ അനുവദിക്കുന്നു. അതുപോലെ തന്നെ അവ കൂടുതലായി അവരുടെ ശരീരത്തിനൊരു പിന്തുണ അല്ലെങ്കിൽ ശരീരത്തിനൊരു ശക്തി നൽകുന്നുണ്ട്. മില്ലിപീഡുകൾ, അതായത് തേരട്ടയുടെ എന്ന് പറഞ്ഞാൽ ഇവ ശരീരത്തെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ എന്താണ് മറ്റു സാഹചര്യങ്ങളിൽ നിന്നും അതിജീവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. എല്ലാ വഴക്കത്തിനും ഘടനയിലുമുള്ള വ്യത്യാസങ്ങൾ അവരുടെ വ്യക്തിപരമായ ജീവിത രീതിയിലും അതുപോലെ ചലനശൈലികൾക്കും അനുയോജ്യമായ രീതിയിലുമാണ്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ എക്സോസ്കെലിറ്റൺ ഓഫ് ആനിമൽസ് ആൻഡ് ദെയർ ഷേപ്സ്? The exoskeleton of animals is like a protective suit that influences their shape. Animals with a hard and thick exoskeleton may have compact bodies. Those with a softer and more flexible exoskeleton might have a streamlined shape. The exoskeleton support and shape the animal's body, helping it to live in its environment. ജീവികളുടെ പുറന്തോടും അവയുടെ ആകൃതിയും തമ്മിലുള്ള ബന്ധം എന്ത്? മൃഗങ്ങളുടെ എക്സോസ്കെലിറ്റൺ അവയുടെ ആകൃതിയെ സ്വാധീനിക്കുന്ന ഒരു സംരക്ഷണ കവചം പോലെയാണ്. കട്ടിയുള്ളതായ എക്സോസ്കെലിറ്റനുള്ള മൃഗങ്ങൾക്ക് കരുത്തും ഒതുക്കവുമുള്ളതായ ശരീരമുണ്ട്. മൃദുവും കൂടുതൽ വഴക്കമുള്ളതുമായ എക്സോസ്കെലിറ്റനുകൾ ഉള്ളവർക്ക് കാര്യക്ഷമമായ ആകൃതി ഉണ്ടായിരിക്കാം. എക്സോസ്കെലിറ്റൻ മൃഗത്തിന്റെ ശരീരത്തെ പിന്തുണയ്ക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് അതിൻ്റെ പാരിസ്ഥിതിയിൽ ജീവിക്കാൻ അവയെ സഹായിക്കുന്നു.
Next question, how do these exoskeleton help animals? Exoskeleton help animals in many ways. They provide protection like shield, keeping animals safe from harm. The exoskeleton also give us support to their bodies, helping them stay strong and move around. It's like having a strong and flexible armor that keeps animals safe and helps them in their daily activities. ഈ പുറന്തോടുകൾ ജീവികൾക്ക് എപ്രകാരമാണ് സഹായകമാകുന്നത്? എക്സോസ്കെലിറ്റുകൾ മൃഗങ്ങളെ പല വിധത്തിൽ സഹായിക്കുന്നു. മൃഗങ്ങളെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു പരിചയ പോലെ അവ സംരക്ഷണം നൽകുന്നു. എക്സോസ്കെലിറ്റൻ അവരുടെ ശരീരത്തിന് പിന്തുണ നൽകുകയും അവരെ ശക്തരായി ശരീരത്തിന് മൂവ്മെൻറ്റുകൾക്കും സഹായിക്കുകയും ചെയ്യുന്നു. മൃഗങ്ങളെ സുരക്ഷിതമായി നിലനിർത്തുകയും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സഹായിക്കുകയും ചെയ്യുന്ന ശക്തവും വഴക്കമുള്ളതുമായ ഒരു ആയുധം കൈവശം വയ്ക്കുന്നത് പോലെയാണ് ഇത്. Color diversity in exoskeleton. The beautiful patterns and colors in the exoskeleton make many organisms very attractive. These attractiveness become a threat of their existence too. Man captured these organisms without any concern for them. Many of such organisms are facing the threat of extinction. Star tortoise and golden beetle like. To give shape, cockroach and lizard are the two small creatures always found in our house, aren't they? Are their skeleton like? പാറ്റയും പല്ലിയും ഒക്കെ എപ്പോഴും വീട്ടിൽ കാണുന്നാലേ അപ്പോൾ ഇതിൻ്റെ അസ്ഥികൂടങ്ങൾ ഒരുപോലെയാണോ? അല്ലല്ലേ. ഒരു പല്ലിയുടെ അസ്ഥികൂടമാണ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് വരച്ചേക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കൂ. ലെറ്റസ് ഫെമിലിയർസ് ഔർസെൽസ് വിത്ത് സ്കെലിറ്റൻസ്. നമുക്ക് കുറച്ച് അസ്ഥികൂടങ്ങളെ പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ചിത്രത്തിൽ കുറച്ച് പലതരത്തിലുള്ള ഓർഗാനിസംസിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് എന്നൊന്ന് ഫൈൻഡ് ചെയ്യാൻ നോക്കാം. എന്താ, പശുവുണ്ട്, ആടുണ്ട്, പൂച്ചയുണ്ട്, കോഴിയുണ്ട്, പല്ലിയുണ്ട്, പിന്നെന്താണ്, ഒരു മീൻ്റെയും ഉണ്ട്. അസസ് യുവർ സെൽഫ് വെദർ ദ ഡയഗ്രാം ഓഫ് ദ ലിസാർഡ് സ്കെലിറ്റൻ യു ഹാവ് ഡ്രോൺ ഇറ്റ്സ് കറക്റ്റ് ഓർ നോട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ നമ്മളൊരു ലിസാർഡിൻ്റെ ഒരു പല്ലിയുടെ അസ്ഥികൂടം കണ്ടല്ലേ, അതും ഇതും വെച്ച് നോക്കുമ്പോൾ ഇത് കറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വരച്ചേക്കുന്നത് ശരിയായിരുന്നു അല്ലല്ലേ, നമ്മളൊരു ഔട്ട്ലൈൻ മാത്രമായിരുന്നല്ലേ വരച്ചിരുന്നത്. വി ഹാവ് ലേൺ അവർ സെൽഫ് ഔട്ടർ ഷെൽ ആർ ദ എക്സോസ്കെലിറ്റൻ. സോ what we call the skeleton seen inside. In cow, goat, etc., the skeleton is seen inside the body. This is called the endoskeleton. പശു, ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥികൂടങ്ങൾ ശരീരത്തിനുള്ളിലാണ്. ഇവ ആന്തരാസ്ഥികൂടങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അതാണ് എൻഡോസ്കെലിറ്റൻ. നമ്മൾ കുറച്ച് എക്സോസ്കെലിറ്റൻ പഠിച്ചു. അപ്പം ഇനി ഒന്ന് എൻഡോസ്കെലിറ്റൻ ആണ് പഠിക്കാനുള്ളത്. ആമ, ചീങ്കണ്ണി മുതല തുടങ്ങിയ ജീവികൾക്ക് ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും ഉണ്ട്. അപ്പം അവർക്ക് രണ്ട് രീതിയിലുള്ള ഇതുമുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യം നോക്കി. പശുവിന് ആന്തരാസ്ഥികൂടമാണല്ലോ ഉള്ളത്. അസ്ഥികൂടമില്ലായിരുന്നെങ്കിൽ പശുവിൻ്റെ രൂപം എങ്ങനെയായിരിക്കും? അസ്ഥികൂടങ്ങൾ ജീവികൾക്ക് എങ്ങനെയെല്ലാം സഹായിക്കുന്നു? അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു. അവ ചലനത്തിന് സഹായിക്കുന്നുമുണ്ട്. Then bones provide shape and strength to the body. They also help in movement. A cow has an endoskeleton. What would have been the shape of the cow if it had no skeleton? Without a skeleton, a cow would not have a proper shape or structure. It would be like a soft bulb and unable to stand or move. The skeleton gives the cow's body support, keeping it upright and allowing to walk. The skeleton is like a frame that helps animals keep their shape and move around. പശുവിന് ആന്തരാസ്ഥികൂടമുണ്ട്. പശുവിന് അസ്ഥികൂടമില്ലായിരുന്നെങ്കിൽ അതിൻ്റെ ആകൃതി എന്തായിരിക്കും? അസ്ഥികൂടമില്ല എങ്കിൽ പശുവിനൊരു ശരിയായ രൂപമോ ഘടനയോ ഉണ്ടാകില്ല. നിൽക്കാനോ ചലിക്കാനോ അവയ്ക്ക് കഴിയില്ല. മൃദുമായ ഒരു പൊട്ട് ലൈക്ക് ഒരു ബോൾ പോലത്തെ ആയിരിക്കും. അങ്ങനെ പശുവിൻ്റെ ശരീരത്തിൽ ഒരു പിന്തുണ നൽകാനും അതിനെ നിവർന്നു നിൽക്കാനും നടക്കാനും അനുവദിക്കുകയും ചെയ്യുന്നു. അസ്ഥികൂട മൃഗങ്ങളെ അവയുടെ ആകൃതി നിലനിർത്താനും അവയ്ക്ക് ചലിക്കാനുമുള്ള കഴിവ് നൽകുന്നു. നെക്സ്റ്റ് ടോപ്പിക്, ഹ്യൂമൻ സ്കെലിറ്റൻ. അതായത് മനുഷ്യൻ്റെ അസ്ഥികൂടം. We have familiarized ourselves with the skeleton of various animals. We also have a skeleton. Learn the positive and the position and the shape of different bones in our body by touching. Now, try to draw a structure of your skeleton in the following sketch. Are bones of various parts of the body included in the diagram? Yes. Have you drawn the size and shape of the bones correctly? Yes. Are the protective measure of the heart, brain and the lungs properly included in the diagram you have drawn?
ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ അസ്ഥികൾ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഇപ്പം കൈയുടെ അസ്ഥിയും കാലിൻ്റെ അസ്ഥിയൊക്കെ നമ്മുടെ ചിത്രത്തിലുണ്ട്. അസ്ഥികളുടെ വലിപ്പം, ആകൃതി എന്നിവ ശരിയായ രീതിയിലാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതെ അല്ലേ. ഹൃദയം, തലച്ചോറ്, ശ്വാസകോശങ്ങൾ തുടങ്ങിയ ആന്തരാവയവങ്ങളെ സംരക്ഷിക്കുന്ന സംവിധാനങ്ങൾ നിങ്ങൾ വരച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ. നമ്മളൊരു ഔട്ട്ലൈൻ മാത്രമാണല്ലേ വരച്ചിരിക്കുന്നത്. എക്സാമിൻ ദ പിക്ചേഴ്സ് ഓഫ് ബോൺസ് ഓഫ് വേരിയസ് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി. സ്കൾ, റിബ്സ്, ബോൺസ് ഓഫ് ഹാൻഡ് ആൻഡ് വെർട്ടിബ്രൽ കോളം. തലയോട്, വാരിയെല്ല്, കയ്യിലെ എല്ലുകൾ, നട്ടെല്ല്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ സ്കൂളുകളിലെ ശാസ്ത്ര ലാബ് കാണും. അതുപോലെ തന്നെ ആ ശാസ്ത്ര ലാബ് ഈ അസ്ഥികൂടങ്ങളുടെ എല്ലാം പടങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ മോൾഡുകൾ കാണും. അപ്പം നിങ്ങൾ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക അതെങ്ങനെയാണ് എന്ന്. താഴെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അസ്ഥി, പ്രത്യേകത, പ്രയോജനം, അത് എഴുതാനുള്ളതാണ്. ഇപ്പോൾ ശരീരത്തിലെ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഉപയോഗങ്ങളാണ്. അപ്പോൾ ബോൺ കൊടുത്തിരിക്കുന്നത് സ്കള്ളാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദ സ്കൾ ഈസ് എ ബോണി സ്ട്രക്ചർ ദാറ്റ് എൻക്ലോസസ് ആൻഡ് പ്രൊട്ടക്റ്റ് ദ ബ്രെയിൻ. സ്കള്ള് ഒരു ബോണി സ്ട്രക്ചറാണ്. അത് ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ പ്രത്യേകത. യൂസ് ദ സ്കൾ പ്രൊവൈഡ് വൈറ്റൽ പ്രൊട്ടക്ഷൻ ഫോർ ദ ബ്രെയിൻ, ദ കൺട്രോൾ സെൻറ്റർ ഓഫ് ദി ബോഡി. ഇറ്റ് ഓൾസോ ഹൗസ് ആൻഡ് പ്രൊട്ടക്റ്റ് സെൻസറി ഓർഗൻസ് സച്ച് ആസ് ദി ഐസ് ആൻഡ് ഇയേഴ്സ്. അപ്പോൾ ഇതെല്ലാമാണ് സ്കള്ളിൻ്റെ യൂസുകൾ. അത് കഴിഞ്ഞിട്ടുള്ള റിബ്സ്. റിബ്സ് ആർ ലോങ് കർവ്ഡ് ബോൺ ദാറ്റ് ഫ്രം ദി റിബ് കേജ് സറൗണ്ടിങ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ദ ചെസ്റ്റ് ക്യാവിറ്റി. അപ്പോൾ ചെസ്റ്റ് ക്യാവിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. യൂസ് റിബ്സ് പ്രൊട്ടക്റ്റ് ഇൻറ്റേർണൽ ഓർഗൻസ് ലൈക്ക് ദാറ്റ് ഹാർട്ട് ആൻഡ് ലങ്സ്. ദേ ഓൾസോ അസിസ്റ്റ് ദ ബ്രീത്തിങ് ബൈ എക്സ്പാൻഡിങ് ആൻഡ് കോൺട്രാക്റ്റിംഗ് ഡ്യൂറിങ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. അപ്പം നമ്മൾ ശ്വാസം പുറത്തോട്ടും അകത്തോട്ടും എടുക്കുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ കോൺട്രാക്ട് ചെയ്യുന്നതിനും എല്ലാം സഹായിക്കുന്നത് റിബ്സിലെ Bones in a hand. Metacarpals and phalanges. Hand composed of metacarpal bone and the palm composed of phalanges in the fingers. These bones provide structure in hand, allowing grasping, manipulating objects and performing intricate tasks. They are also crucial for the motor skills. നമ്മൾ കയ്യിൽ മസിലുകൾ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യുന്നു? ബോൺസ് ഇൻ ലെഗിൽ ഒരുപാട് തരത്തിലുള്ള മസിലുകളുണ്ട്. അത് ലെഗ് ഓരോ പാർട്ടിലും ജസ്റ്റ് നമ്മുടെ വിരലുകൾ, അതുപോലെ തന്നെ നമ്മുടെ കാല് നമ്മൾ അനക്കാൻ നമുക്ക് ഓരോ തരത്തിലുള്ള പലതരത്തിലുള്ള ബോണുകളുണ്ട്. ദീസ് ബോൺ സപ്പോർട്ട് ബോഡി വെയ്റ്റ്, അലോങ് ഫോർ മൂവ്മെൻറ്റ് ആൻഡ് സെർവ് ആസ് അറ്റാച്ച്മെൻറ്റ് പോയിന്റ് ഫോർ ദ മസിൽ. ദി ഫ്യൂമർ ഈസ് ദി ലോങ്ങസ്റ്റ് ആൻഡ് ദ സ്ട്രോങ്ങസ്റ്റ് ബോൺ ഇൻ ദി ബോഡി. The last one is vertebral column, spine. The vertebral column is a series of individual vertebrae stacked on top of each other, forming the backbone. Each vertebra has a bony arc and processor. The vertebral column provides structural support to protect the spinal cord and that allows for flexibility and movement. It also helps maintain and the upright posture. മനുഷ്യ ശരീരത്തിലെ എല്ലുകളുടെ ആകൃതിയും അതുപോലെ തന്നെ വലുപ്പത്തിലും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെ എല്ലുകളും ഓരോ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കയ്യിലെ എല്ലുകൾ കൈകൾ തിരിക്കാനും മടക്കാനും ഒക്കെ. അതുപോലെ തലയോട്ടിലെ എല്ലാം എന്തിനാണ്? തലച്ചോറിനെ സംരക്ഷിക്കുന്നതിന്. അതുപോലെ തന്നെ റിബ്സ്. അങ്ങനെ നമ്മൾ ആ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായി എന്നാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യുന്നത്. കാരണം നമ്മൾ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്തു. തലയോടിൻ്റെ പ്രാധാന്യവും നമ്മൾ ആ ഒരു കുറച്ച് മുമ്പത്തെ ടേബിളിലെ സ്കള്ള എന്ന പോർഷൻ്റെ അകത്ത് ക്യാരക്ടറിസ്റ്റിക്സും യൂസിൻ്റെ അത് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. യുവാവ് രക്ഷപ്പെട്ടു. ഇരുചക്ര വാഹനത്തിൽ ലോറി ഇടിച്ച് റോഡിലേക്ക് തെറിച്ചു വീണെങ്കിലും ഹെൽമറ്റ് ധരിച്ചതിനാൽ യാത്രക്കാരന് തലയ്ക്ക് ക്ഷതമേറ്റില്ല. കൈകാലുകൾക്ക് സാരമായി പരിക്കേറ്റു. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്തവർ ഹെൽമറ്റ് ധരിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഹെൽമറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയോട് ഓൾറെഡി നമ്മൾ തലയ്ക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒരു ചെറിയ പ്രൊട്ടക്ഷൻ ഉണ്ട് തലയോട്. അപ്പം നമുക്ക് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ തലയ്ക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹെൽമറ്റ് യൂസ് ചെയ്യുന്നത്. വീഡിയോ ഒരുപാട് ലെങ്തി ആയതുകൊണ്ട് ഇവിടം കൊണ്ട് വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് ബാക്കിയുള്ള തുടർ പ്രവർത്തനങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും ഇടാൻ പോകുന്നത്.